ഹായ് ഓൾ, ഈവനിങ് വ്ലോഗിൻ്റെ പാർട്ട് 2 വേണമെന്നിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം പറയണമെന്നുള്ള ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ അങ്ങനെയൊന്നും മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ ആ ഒരു വിരൽ നീക്കി ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ഞമ്മക്കൊന്നും ആരും ഇല്ലടേ. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആകെ കൂടി ഒരു 500 സബ്ബായിട്ട് കാണുമെന്ന് മാത്രമേ ഇപ്പം എനിക്കൊരു ആഗ്രഹമുള്ളൂ. അപ്പം നമുക്ക് തോട്ടത്തിലോട്ട് പോകാം. ബാ, ഈ മതിലിൻ്റെ അപ്പുറം കാണുന്നത് ഖബർസ്ഥാനാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് അതിപ്പോൾ യൂസ്ഡ് ആണോ എന്നറിയില്ല, ഒരുപാട് ഖബറുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ഒരു മണ്ണിലടിഞ്ഞ് ചേരാൻ മാത്രമേ ഉള്ളൂ നമ്മളെ ജീവിതം. അതിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ത്യാഗങ്ങൾ, എന്തെല്ലാം സഹിക്കണം. അതാണ് ഞങ്ങളെ ജീവിതം. അപ്പോൾ ബാ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. വെറുതെ ഇതിൻ്റെ അകത്ത് നടക്കാൻ ഇറങ്ങിയത്. അടിപൊളിയാട്ടോ, നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, ഇന്ന് നല്ലൊരു കാറ്റുണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ ഓൺ വോയിസ് ചെയ്യുന്ന തന്നെ വീഡിയോയിൽ മൊത്തം വോയിസ് തന്നെയാണ്. പക്ഷേ എങ്കിൽ കാറ്റ് കൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറച്ചെല്ലാം വോയിസ് കൊടുക്കുന്നത്. ഇത് മുന്തിരി വള്ളിയാട്ടാ, നല്ല അടിപൊളി. പക്ഷെ മുന്തിരി ആയിട്ട് കാണുന്നില്ല. ചിലപ്പോൾ സീസണിൻ്റെ ടൈമാണോ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു മരത്തിൻ്റെ മേലെ നിന്ന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കണമെന്നുള്ളത്. എന്തെങ്കിലും ഇരുന്നാൽ നടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ആമിന ഇല്ല. ആമിന നല്ല ഉറക്കമെന്ന്, ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ വേറെ ഒരു ഗ്രഹത്തിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ എന്താ പറയുക, കാറ്റും കൊടുങ്കാറ്റും ആക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ അവളെ ഞാൻ വിളിച്ചില്ല. അവൾ റൂമിൽ കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഭയങ്കര അടിപൊളി. നോക്കി, ഇതിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഭയങ്കര രസമായിട്ടാണ് കാണാൻ. നേരിട്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. കാരണം ഈ ഒരു സംഭവം മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ ദാല് കറി വെക്കുമ്പോൾ ഇതാക്കല് എന്താ പറയാ, ഒന്നും നമുക്കറിയില്ല. ഈ എണ്ണയുടെ ചേമ്പ് നോക്കിയാൽ ഞാൻ ചേമ്പ് തന്നെയല്ലേ ഇത്? ആ അതെ, അത് ശരി. ഇന്ന് പറഞ്ഞ ചേനാണോ? അതാ പറയുന്നേ. ഞാൻ എപ്പോൾ വരണം വിചാരിക്കും, പിന്നെ എനിക്ക് എന്തോ പേടിയായിരിക്കും. അങ്ങനെയല്ല. ഹായ്, പപ്പായ നോക്കിയേ, പപ്പായ പുള്ളി ചുവന്ന് ചീര. എന്താ വാ, ഉമ്മ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നിൽക്കൂല. എന്തുവാ അങ്ങനെയാ. മൊത്തം ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അല്ലേ അതിൻ്റെ ഉള്ളിൽ? പിന്നെ കൂട്ടത്തിരി ചീരയും ഇത് മറ്റേ ഇലയില്ലേ. നമുക്ക് ആ പപ്പായൻ്റെ ആ സൈഡിലോട്ട് പോകാൻ എന്താ പോയി. അപ്പുറത്തെ അതാണ് മല്ലിച്ചപ്പല്ലോ, കണ്ടാ? വീണല്ല, അത് ചേമ്പല്ല, മുള്ളങ്കി. മുള്ളങ്കിടാ, ചേനയാ, ചേമ്പ്. എല്ലാവർക്കും മനസ്സിലായിപ്പോ, തിരിച്ചറിയാം. അത് ഞാൻ എല്ലാവർക്കും സമ്മതിച്ചു തന്നെയാണല്ലോ. അതിൻ്റെ എന്തെങ്കിലും ഒരു അഹങ്കാരം ഞാൻ ഇന്നേ വരെ ആരോടെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടാ? ഇല്ല. ആ വീഴല്ല. മാഷാ അല്ലാഹ്, ഇതെല്ലാം കാണാൻ രസമാണ്.
പുത്തരിയല്ല പുത്തരി. ഇത് വെള്ളം ഒഴുക്കി വിടുന്ന സമയമാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് മല്ലിച്ചപ്പ്. അതുകൊണ്ടാ ഇത് മൊത്തം മല്ലിച്ചപ്പ. നെക്സ്റ്റ് പോകണം. അവിടെ എന്തെല്ലോ നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇത് ഒരുക്കാണ്, കള ഒരുക്കാണ്, അങ്ങനെ അറിയാം. സാധാരണ വലിയൊരു കുളം പോലെയാക്കി കഴിക്കുന്നല്ലോ വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ. എന്ത് രസടാ ഇതില്ലേ. മഴ പെയ്താൽ ചില കണ്ടങ്ങളെല്ലാം ഇങ്ങനെ നിറയൂലേ. അതിന് വേണ്ടിയിട്ട് ചെയ്ത് തന്നെയല്ലേ, കുറച്ച് സ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം, അതിന് വേണ്ടിയിട്ടാക്കിയതാ ആയിരിക്കാം. ആടാ അത് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ആക്കിയത്. എൻ്റെ ചെറിയൊരു മൊത്തം മണ്ട പോയ ഈത്തപ്പനകൾ അന്നാനെ പോലെ. മാനികൾ ഇവിടെ വിശ്രമിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. തോട്ടത്തിലൊരു ഔട്ട് ഹൗസ് പോലെല്ലാം ഉണ്ടാവുമായിരിക്കും. എന്തോ അവിടെ എനിക്ക് കാല് വലിച്ചടിക്കുന്നോ? അത് മനസ്സിലായി. ഇതില്ലേ പന, ഈത്തപ്പന എൻ്റെ മുകളിൽ കയറുന്നത്. ഞാൻ കയറും. എന്താ കയറാണ്ട്? നമുക്കങ്ങനെ കയറാൻ പാടില്ലാണ്ടൊന്നുമില്ല. മൊത്തം കരിമ്പ. ഓലക്കരിമ്പാ? എന്തോ ഓലക്കരിമ്പ്? കരിമ്പാ? കരിമ്പല്ല, കരിമ്പ്. ഇതൊരു മതിൽ പോലെ തീർത്തിട്ടാ കാണുന്നത്. മാങ്ങ മരം, മാവ്. ഇവിടെ മൊത്തം കരിമ്പാട്ടാ. നാട്ടിൽ പോലും ഞാൻ ഇത്രയൊന്നും കരിമ്പൊന്നും കണ്ടിട്ടില്ല. പണ്ട് വീട്ടിലുണ്ടായിരുന്നു കരിമ്പ് നട്ട് വളർത്തിയത്. ഭയങ്കര അടിപൊളിയായിന്. കൊത്തുവാ? ഇല്ല. എന്നിട്ട് ഇറക്കിക്കൊയ്യാ അല്ലേ? അതിങ്ങനെ ഈ മെയിലി പീലി ഇവിടെ ഇടുന്ന പോലെ ചെയ്യും അത്. ഇതിൽ ഇവർ ഔട്ട് ഹൗസിൻ്റെ ഇടയിൽ ഇവിടെ ആളുണ്ടടാ. മനീസുണ്ട്, കുഴപ്പമില്ല. വാ. അങ്ങനെ തിരിഞ്ഞു പോയാ? വാ. ഇതെന്താടാ ഇത്? ഇത് മറ്റേ ആപ്പിളിൻ്റെ ഒരു സാധനം. എന്നു പറയാ, അത് തന്നെ ആ സാധനം തന്നെ. എന്ത് അതിന്റെ പോനെ? അതൊന്നും ചെയ്യൂല. വാങ്ങി പൂ നോക്കിയേ. എന്ത് രസമാണ് ഇതുപോലെ ഒരു സ്ഥലത്തൊരു വീട് ഇടിച്ചിട്ടുണ്ടെങ്കിലോ. നോക്കിയേ. വേമ്പാ, സൗണ്ട് ആക്കണ്ടവാ. ഇത് മയില് പീലി വിടർത്തുന്ന പോലെ നിന്നതാ, ഒന്നും ചെയ്യൂല. കോഴി കുളിക്കുന്നു. നല്ല വെള്ളക്കോയി. എന്തുവാ
ഇത്ര പേടി വാ ഞാൻ വന്നില്ല ഇങ്ങോട്ടേക്ക്. ഈ തോട്ടത്തിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു വീടുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഇതാ ഈ വീട് ഭയങ്കര രസമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാൻ പറ്റണല്ലേ. എന്ത് രസമുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ ആ ഒരു വൈബ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇവിടെ ഫാമുണ്ട്, ഇവിടെ പശുവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ടുള്ളത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു എന്താ പറയുക, ആ രാവിലെ എണീറ്റ് വരുമ്പം കിട്ടുന്ന ആ ഒരു വൈബ്. പക്ഷെ എൻ്റെ പൊന്നോ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. പക്ഷെ ചിന്തിക്കാൻ മാത്രമേ യോഗമുള്ളൂ. അങ്ങനെ താമസിക്കാനുള്ള യോഗം പഠിച്ചോ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് തോട്ടങ്ങളായാലും ഈ എന്താ പറയുക കുറച്ച് ഇതെല്ലാം ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്. നാട്ടിൽ നിന്നും നമുക്ക് അങ്ങനെയുള്ള പ്രദേശമൊന്നും ഇല്ല നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ എവിടെയും. നമ്മളെ ചുറ്റുഭാഗമൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് അറിയുന്നിടത്ത് നമ്മൾ പോകുന്നിടത്തൊന്നും അങ്ങനെ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അത് തന്നെ പറയാൻ. സലാല പോയപ്പോഴാണെങ്കിൽ സോറാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ കോഴി, പിന്നെ അതുപോലെ പല തരത്തിലുള്ള പക്ഷികളും, പ്രാവ്, കൃഷിയോടുകൂടി തന്നെ ഇതൊക്കെ ഉണ്ട്. ഫാം മഞ്ഞ വെളിച്ചം, സൂര്യൻ. എടാ ഇത് മറ്റേ ഇതല്ലേ, മറ്റേ സാധനടാ എല്ലാം പോയി. പറിക്കാനൊന്നുമില്ല. നമ്മൾ അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് പറിക്കില്ലല്ലോ ഒരു ആപ്പിള്. അല്ല ഞാൻ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഹായ്, നല്ല ഊഞ്ഞാലടാ. ഇത് ഊഞ്ഞാല. ഞാനിരിക്കട്ടെ. നമുക്ക് ഊഞ്ഞാല് കണ്ടാലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടല്ലോ ഈത്തപ്പഴത്തിൻ്റെ പനയില്ലേ, അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാ. ജിഞ്ചിനാലോ. ഓ എന്ത് വ്യൂ ആ നോക്കടാ, എന്ത് രസാടാ. നമ്മൾ ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിത് തിരിച്ച് ഇപ്പുറത്തോട്ട് നടന്നു വരുമ്പോഴേക്ക് ഇവിടെ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് അവർ. വെള്ളം നനക്കുന്നുണ്ട്. പിന്നെ ആരൊക്കെയോ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് പച്ചക്കറി വാങ്ങാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ ഈ കുമ്പളം, എല്ലാ സാധനങ്ങളും നമുക്ക് അവിടുന്ന് പിന്നെ വാങ്ങാം. ചെറിയ പൈസയ്ക്ക് നമുക്ക് നല്ല ഫ്രഷ് സാധനം, നല്ല അടിപൊളി സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ റൂമിലോട്ട് തിരിച്ച് നടക്കുന്ന അതിൻ്റെ ഇടയിൽ നമ്മളിതാ അപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ പോയത്. ഇപ്പുറത്തെ സൈഡിൽ കൂടി വന്നപ്പോൾ നല്ല ഉറുമാമ്പഴം എന്നാണ് നമ്മളെ നാട്ടിൽ പോയാൽ. നിങ്ങളുടെ നാട്ടിലെന്താ പറയുക നമുക്കറിയില്ല. അനാറിൻ്റെ ചെടി കണ്ട് നിറച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാ, നല്ല അടിപൊളി സ്ഥലം തന്നെ. എന്തായാലും വന്നതിന് വെറുതെ ആയില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലിനൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.